ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കലോത്സവ വേദിയിലാണ്. കലോത്സവ വേദിയിൽ ഇന്ന് സമാപന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാവും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ചേരുന്നത് സെന്റ് തെരേസസ് കോൺവെന്റ് സ്കൂൾ നെയ്യാറ്റിൻകരയിലെ മത്സരാർത്ഥികളാണ്. അവർ വഞ്ചിപ്പാട്ട് മത്സരം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു മത്സരമായിരുന്നു. നല്ല കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. ഇതിൽ 5 പേര് കഴിഞ്ഞ വട്ടവും വന്നിട്ടുണ്ട്. ഞങ്ങൾ ബാക്കി 5 പേര് ഈ വർഷം വരുന്നത്. സ്റ്റേജിൽ ആദ്യമായിട്ടാണോ? അതെ. 6-ാം തീയതി വേറെ ഐറ്റം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കൊള്ളായിരുന്നു. ഫസ്റ്റ് ടൈം ആണെങ്കിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഏത് ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടാണ് ചെയ്തത്? ആറന്മുള. എല്ലാവരും നന്നായിട്ട് ചെയ്തില്ലേ? നന്നായി. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത് സെന്റ് മേരീസ് HSS പട്ടത്തിലെ NCC കാഡറ്റ്സ് ആണ്. അവർ ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. എന്താ പേര്? ഗംഗ. ആദ്യമായിട്ടുള്ളത് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഈ പരിപാടിയൊക്കെ കാണുക, പിന്നെ വോളണ്ടിയർ എല്ലാവർക്കും ഹെൽപ്പായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇതുണ്ടാവും, ലൈക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ പരിപാടിയെല്ലാം കാണാൻ പറ്റി. 4 ദിവസവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്യൂട്ടി ആയിരുന്നു. ക്ലാസ് ഒന്നും മിസ്സായില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ സീനിയേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നിങ്ങളെങ്ങനെ ഈ വേദിയിൽ മാത്രമാണോ അതോ എല്ലാ വേദിയിലും ഉണ്ടായിരുന്നു? ഈ കഴിഞ്ഞ ദിവസം സെന്റ് ജോസഫിൽ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ഡ്യൂട്ടി വെച്ചിരുന്നു. അപ്പം നമ്മളുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം സീനിയേഴ്സും കൂടെ വരും. എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ട്രിവാൻഡ്രത്ത് തന്നെ വരുന്നത്. അപ്പം അതിൽ നമുക്ക് ഒരു പാട്ടാവാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. നല്ലൊരു ഇതായിരുന്നു. ഈ ചൂട് നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ടോ? ഇല്ല. NCC കേഡറ്റ്സ്. അതെ, NCC കേഡറ്റ്സ് പ്രവർത്തിക്കുന്ന ഒരു. അതെ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് തിരുവനന്തപുരത്തെ ചേച്ചിമാരാണ്. അപ്പോൾ അവരോട് എല്ലാവരോടും കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് പ്രോഗ്രാംസ് കണ്ടോ? ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വന്നത്. ഇതുവരെ വന്നില്ല. ഇന്നലെ സ്കൂളിന് അവധിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ട് വന്നതാണ്. എന്താ പറയാനുള്ളത്? ഞങ്ങളെല്ലാവരും ഇന്ന് വന്നതായി ഇവിടെ കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സമാപന ദിവസം ആയതുകൊണ്ട് സ്കൂളുകൾക്ക് അവധിയാണ്. അപ്പോൾ അതാണ് വരാൻ കാരണം. ഞാൻ ഇന്നലെ വന്നായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് കാണാൻ. എനിക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ 2-3 ഗ്രൂപ്പ് ഡാൻസ് കണ്ടായിരുന്നു. ഇന്നിന് അവധി ആയതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വരാനൊരു അവസരം കിട്ടിയതുകൊണ്ട് വന്നു. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്നതുകൊണ്ടേ അഭിമാനപൂർവ്വമാണ് ഞങ്ങൾ നിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇത് കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരാൻ പറ്റിയത്. കലോത്സവത്തിന്റെ ആഘോഷത്തിൽ നമുക്ക് പങ്കുചേരാൻ ഇന്ന് സ്കൂളിന് അവധിയായതുകൊണ്ട് നമുക്ക് സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഒരുപാട് ചാനലുകളിൽ പ്രോഗ്രാംസ് കഴിഞ്ഞു വരുന്ന കുട്ടികളുടെ പ്രോഗ്രാംസ് വീണ്ടും ഓരോരോ ചാനലുകളുടെ മുമ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണുക. അത് രാത്രി ആയിക്കഴിഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളി പരിപാടികളാണ് ഉണ്ടാവുക. പോരാത്തതിന് ഞാൻ ഒരു ചാനലിന് വേണ്ടി വർക്ക് ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചാനലിൽ ചെയ്ത വർക്കുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അങ്ങനെ
സംസ്ഥാന കലോത്സവം 63ാമത് സംസ്ഥാന കലോത്സവം അവസാനിച്ചിരിക്കുകയാണ്. 1ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ്. ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് പാലക്കാട് ജില്ലയ്ക്ക് 1ാം സ്ഥാനം നഷ്ടമായത്. എന്തായാലും 12ാം തവണയും HSS ഗുരുകുലം സ്കൂൾ തന്നെയാണ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കലോത്സവത്തിന്റെ വിശേഷങ്ങൾ. ഒരുപാട് വിശേഷങ്ങൾ ഇതിൽ വ്ളോഗിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ എനിക്കതിന് കഴിഞ്ഞില്ല. കാരണം ഞാനിവിടെ വന്നത് ഒരു ചാനലിന്റെ വർക്കിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.